അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. എന്താ ഒരു മൂഡ് ഓഫ്? ഇപ്പൊ മുടി വല്ലാതെ കൊഴിയുന്നുണ്ട്, അതാ തോന്നുന്നു. ഈസ്ട്രജന്റെയും വൈറ്റമിൻ ഡിയുടെയും കുറവാണ് മിക്ക സ്ത്രീകളുടെയും മുടി കൊഴിച്ചിലിന്റെ പ്രധാന കാരണം. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ സ്ത്രീകളുടെ മുടിയുടെ വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ ഹെർബൽ ഈസ്ട്രജനാലും വൈറ്റമിൻ ഡിയാലും സമ്പുഷ്ടമാക്കിയതാണ് അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 17 തിങ്കളാഴ്ച. വയനാടിനുള്ള കേന്ദ്രത്തിന്റെ വായ്പാ ഉപാധി മറികടക്കാൻ നടപടിയുമായി സർക്കാർ. ഭൂമി ഏറ്റെടുക്കാനുള്ള റവന്യൂ വകുപ്പ് നടപടി അവസാന ഘട്ടത്തിലാണ്. വിലനിർണ്ണയം പൂർത്തിയാക്കി ഈ മാസം തന്നെ ഭൂമി ഏറ്റെടുത്ത് ഉത്തരവിറക്കും. ഗുണഭോക്താക്കളുടെ ആദ്യഘട്ട പട്ടികയിൽ തീരുമാനമാക്കി മാർച്ചിൽ ടൗൺഷിപ്പിന് തറക്കല്ലിടാനാണ് സർക്കാർ നീക്കം. പുനരധിവാസത്തിന് തയ്യാറാക്കുന്ന ടൗൺഷിപ്പിനോട് ചേർന്ന പൊതുഗതാഗത സൗകര്യത്തിനും പൊതുകെട്ടിടങ്ങൾക്കും അടക്കം 16 പദ്ധതികൾക്കാണ് കേന്ദ്രം വായ്പ അനുവദിച്ചിട്ടുള്ളത്. കേന്ദ്ര വായ്പ വിനിയോഗ നടപടികൾ വിലയിരുത്താൻ വൈകിട്ട് മുഖ്യമന്ത്രി ഉന്നതതല യോഗം വിളിച്ചു. കേരളത്തെക്കുറിച്ച് നല്ലത് പറഞ്ഞാൽ അഭിമാനിക്കുക മലയാളികൾ ഒന്നടങ്കമാണെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. ഒരു MP പോലും കേരളത്തെക്കുറിച്ച് നല്ലത് പറയാൻ പറ്റാത്ത അവസ്ഥയാണെന്നും എന്തൊരു സൈബർ ആക്രമണമാണ് ശശി തരൂരിന് നേരെ ഉണ്ടാകുന്നതെന്നും മന്ത്രി റിയാസ് പ്രതികരിച്ചു. കേരളത്തെക്കുറിച്ച് നല്ലത് പറഞ്ഞതിന് വിലക്ക് നേരിടുകയാണ് തരൂരെന്നും കേരള വിരുദ്ധ കോൺഗ്രസായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാറിയെന്നും മന്ത്രി പറഞ്ഞു. തെറ്റായ കണക്കുകൾ കൊണ്ട് ഏച്ചുകെട്ടിയ വിവരങ്ങളിലാണ് സർക്കാർ മേനി നടിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കേരളത്തിൽ 3 ലക്ഷം വ്യവസായങ്ങൾ ആരംഭിച്ചുവെന്ന റിപ്പോർട്ട് ശരിയാകണമെങ്കിൽ ഓരോ നിയോജകമണ്ഡലത്തിലും കുറഞ്ഞത് 2000 സ്ഥാപനങ്ങൾ വരണമെന്നും ഇത്രയും സംരംഭങ്ങളിലൂടെ സംസ്ഥാനത്തേക്ക് വന്ന നിക്ഷേപം എവിടെയാണെന്നും അദ്ദേഹം ചോദിച്ചു. കേന്ദ്രത്തിൽ മോദിയെയും സംസ്ഥാനത്ത് വ്യവസായ വകുപ്പിനെയും പ്രകീർത്തിച്ച ശശി തരൂരിനെതിരെ കോൺഗ്രസ് ഹൈക്കമാൻഡ് നടപടിയെടുക്കില്ല. പ്രസ്താവനകളിലെ അതൃപ്തി തരൂരിനെ അറിയിച്ച നേതൃത്വം കേരള സർക്കാരിന്റെ കണക്കുകൾ വസ്തുതാവിരുദ്ധമാണെന്ന് ധരിപ്പിച്ചു. ഹൈക്കമാൻഡുമായി ഏറെക്കാലമായി അകലം പാലിക്കുന്ന തരൂരിന് അച്ചടക്ക നടപടിയിലൂടെ ആയുധം നൽകേണ്ടതില്ലെന്നാണ് ഹൈക്കമാൻഡിന്റെ നിലപാട്. ശശി തരൂരിന്റെ ലേഖനം സ്വാഗതം ചെയ്ത CPM നേതാക്കളെ പരിഹസിച്ച് മാത്യു കുഴൽനാടൻ. തരൂർ വലിയ വിപ്ലവകാരിയാണെന്നും തരൂരിന്റെ ലേഖനം കേരളം ചർച്ച ചെയ്യണം എന്നുവരെ CPM പറഞ്ഞുവെന്നും ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിൽ അതിനെ സ്വാഗതം ചെയ്യുന്നുവെന്നും മാത്യു കുഴൽനാടൻ പറഞ്ഞു. എന്നാൽ ലേഖനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് കാണാതെ പോകരുതെന്നും അദ്ദേഹം പറഞ്ഞു. ശശി തരൂർ രാഷ്ട്രീയം നോക്കി അഭിപ്രായം പറയുന്ന ആളല്ലെന്ന് വെള്ളാപ്പള്ളി നടേശൻ. ഉള്ള സത്യം അദ്ദേഹത്തിന്റെ അറിവിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണെന്നും അത് ഇത്രയും വലിയ ചർച്ചയാക്കേണ്ട കാര്യമില്ലെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. അദ്ദേഹത്തെ കൊല്ലാൻ കൊടുവാളുമായി കോൺഗ്രസുകാരെല്ലാം ഇറങ്ങിയിരിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞത് തെറ്റാണെങ്കിൽ അത് മറ്റുള്ളവർ തെളിയിക്കട്ടെയെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. ഭരണപക്ഷം എന്ത് നല്ലത് ചെയ്താലും അതിനെ എതിർക്കുക എന്നത് പ്രതിപക്ഷത്തിന്റെ സ്വാഭാവിക ശൈലിയാണ്. പക്ഷേ നല്ലത് ചെയ്താൽ നല്ലതെന്ന് പറയണം, അതാണ് പരിഷ്കൃത സംസ്കാരമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പാർട്ടി നയം തള്ളി എല്ലാ കാര്യത്തിലും നേതാക്കൾക്ക് വ്യക്തിപരമായ അഭിപ്രായം പറയാനാകില്ലെന്നും തരൂർ പാർട്ടിക്ക് വിധേയനാകണമെന്നും K മുരളീധരൻ. തരൂരിന്റെ നടപടി അച്ചടക്ക ലംഘനമാണെന്നും ഇക്കാര്യത്തിൽ ഹൈക്കമാൻഡ് തീരുമാനമെടുക്കണമെന്നും 4 തവണ ജയിപ്പിച്ച പാവപ്പെട്ട പാർട്ടി പ്രവർത്തകരെ തരൂർ മറന്നുവെന്നും മുരളീധരൻ വിമർശിച്ചു. കേരളത്തിൽ ഇനിയും പിണറായി തന്നെ ഭരണത്തിൽ വരുമെന്നും നിലവിലെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ സാധ്യത ഇടതുപക്ഷത്തിന് തന്നെയാണെന്നും വെള്ളാപ്പള്ളി നടേശൻ. മുഖ്യമന്ത്രി കസേരയ്ക്ക് കോൺഗ്രസ് മോഹിക്കേണ്ടെന്നും മുഖ്യമന്ത്രി മോഹികളായി കോൺഗ്രസിൽ ഒരുപാട് പേരുണ്ടെന്നും എന്നാൽ കോൺഗ്രസ് ഇനി അങ്ങനെ മോഹിക്കേണ്ടെന്നും വെള്ളാപ്പള്ളി കൂട്ടിച്ചേർത്തു. താരസംഘടനയായ അമ്മയുടെ ഭാരവാഹി ജയൻ ചേർത്തല നടത്തിയ വാർത്താ സമ്മേളനത്തിനെതിരെ നിർമ്മാതാക്കളുടെ സംഘടന. നിരുപാധികം മാപ്പ് പറഞ്ഞില്ലെങ്കിൽ ജയൻ ചേർത്തലയ്ക്കെതിരെ മാനനഷ്ട പരാതി നൽകുമെന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അറിയിച്ചു. നേരത്തെ സിനിമാ രംഗത്തെ തർക്കത്തിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെതിരെയും അതിൻ്റെ ഭാരവാഹി നിർമ്മാതാവ് സുരേഷ് കുമാറിനെതിരെയും ജയൻ ചേർത്തല പ്രതികരിച്ചിരുന്നു. ചാലക്കുടി ഫെഡറൽ ബാങ്കിൽ കവർച്ച നടത്തിയ കേസിൽ പിടിയിലായ റിജോ ആന്റണി മോഷണം നടത്തുന്നതിന് തൊട്ടുമുമ്പുള്ള ദിവസം അമ്പുതിരുനാളിൽ പങ്കെടുക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. ചാലക്കുടി സെന്റ് മേരീസ് ഫെറോന പള്ളിയിലെ അമ്പുതിരുനാൾ ആഘോഷത്തിനിടെ
ആൾക്കൂട്ടത്തിനിടയിൽ റിജോ ആന്റണി നൃത്തം ചെയ്യുന്ന വീഡിയോ ആണ് പുറത്തുവന്നത്. മോഷണശേഷം ജാക്കറ്റ് മാറ്റി ടീഷർട്ട് ധരിച്ച് സ്കൂട്ടറിൽ പോകുന്നതിൻ്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ചാലക്കുടി പോട്ട ബാങ്ക് കൊള്ളക്കേസിലെ പ്രതിയുടെ വീട്ടിൽ നിന്ന് മോഷണം പോയ 12 ലക്ഷം രൂപ കണ്ടെത്തി. പ്രതി റിജോ ആന്റണിയെ ഇന്നലെ തെളിവെടുപ്പിന് എത്തിച്ചപ്പോഴാണ് 12 ലക്ഷം രൂപ കണ്ടെത്തിയത്. ബാങ്കിലെ ബാധ്യതയുള്ള കടം വീട്ടാനാണ് മോഷ്ടിച്ചതെന്നായിരുന്നു പ്രതിയുടെ ആദ്യമൊഴി. ഇന്നലെയാണ് പ്രതി പോലീസിന്റെ പിടിയിലായത്. കവർച്ച നടന്ന് 3-ാം ദിവസമാണ് പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖിനെതിരെ പോലീസ് കുറ്റപത്രം ഉടൻ സമർപ്പിക്കും. പരാതിക്കാരിയുടെ മൊഴി തെളിയിക്കാനുള്ള ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെയുണ്ടെന്ന് പ്രത്യേക സംഘം അറിയിച്ചു. തിരുവനന്തപുരത്തെ ഹോട്ടലിൽ വിളിച്ചുവരുത്തി യുവനടിയെ പീഡിപ്പിച്ചുവെന്നാണ് കേസ്. തിരുവനന്തപുരം സെഷൻസ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിക്കുക. കൈക്കൂലി വാങ്ങുന്ന സർക്കാർ ഉദ്യോഗസ്ഥരുടെ നടുവൊടിച്ച് വിടേണ്ടി വരുമെന്ന് കേന്ദ്ര മന്ത്രി സുരേഷ് ഗോപി. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉദ്യോഗസ്ഥർക്ക് ശമ്പളം നൽകുന്നത് ജനങ്ങൾക്ക് സേവനം നൽകാനാണ്. കൈക്കൂലി വാങ്ങാതെ ജനങ്ങൾക്ക് സേവനം നൽകുന്നുണ്ടെന്ന് ഉറപ്പാക്കാനാണ് താനും മന്ത്രി ബിന്ദുവും അടക്കമുള്ള ജനപ്രതിനിധികൾ ജാഗ്രത പുലർത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. സമ്മേളനത്തിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു സംഘടനയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും എക്സലൻസി അവാർഡ് സമർപ്പണവും നിർവഹിച്ചു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ക്യാൻസർ ചികിത്സയ്ക്കായി എത്തുന്ന രോഗികളെ മറ്റ് സ്വകാര്യ ആശുപത്രികളിലേക്കും മറ്റ് ജില്ലകളിലെ മെഡിക്കൽ കോളേജുകളിലേക്കും അയക്കുന്നതായി പരാതി. ക്യാൻസർ റേഡിയേഷൻ ചികിത്സയ്ക്കായി ഉള്ള 2 ഉപകരണങ്ങളിൽ ഒന്ന് കേടായതിൻ്റെ അറ്റകുറ്റപ്പണി വൈകുന്നതാണ് പ്രശ്നം. പെരുന്നാട്ടെ CITU പ്രവർത്തകന്റെ കൊലപാതകത്തിൽ 3 പ്രതികൾ കസ്റ്റഡിയിൽ. ഒളിവിൽ പോയ 5 പേർക്കായി അന്വേഷണം തുടരുന്നു. ജിതിനെ കൊലപ്പെടുത്തിയത് RSS BJP പ്രവർത്തകരാണെന്നാണ് CPMന്റെ ആരോപണം. ആരോപണം തള്ളിയ BJP ജില്ലാ നേതൃത്വം പ്രതികൾ CPM DYFI ബന്ധമുള്ളവരാണെന്ന് തിരിച്ചടിച്ചു. മോൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങണ്ടേ? ഷോപ്പിൽ കൊണ്ടുപോയി ഇഷ്ടമുള്ളത് വാങ്ങി കൊടുക്കാം. അപ്പൊ ഏട്ടൻ വരുന്നുണ്ടോ? ഗിഫ്റ്റ് കാർഡ് വരും. അതെ, ഓരോ ചിട്ടിയിലും ഒരാൾക്ക് 5000 രൂപയുടെ ഗിഫ്റ്റ് കാർഡ് സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലോ പുതുപുത്തൻ ബെൻസ് കാർ. 2ാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിളക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. ഡൽഹി മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞ വ്യാഴാഴ്ച വൈകിട്ട് 4:30 രാംലീല മൈതാനത്ത് നടക്കും. നിയമസഭാ കക്ഷി യോഗം ബുധനാഴ്ച വൈകിട്ട് ചേരും. ഇന്ന് BJP ആസ്ഥാനത്ത് ചേർന്ന യോഗത്തിൽ സത്യപ്രതിജ്ഞ ചടങ്ങിന്റെ ഏകോപന ചുമതല ജനറൽ സെക്രട്ടറിമാരായ തരുൺ ചുഗിനും വിനോദ് താവഡയ്ക്കും നൽകി. പർവേഷ് വർമ്മ, വിജേന്ദർ ഗുപ്ത, സതീഷ് ഉപാധ്യായ, വനിതാ നേതാക്കളായ രേഖ ഗുപ്ത, ശിഖ റായ് എന്നിവരുടെ പേരുകളാണ് അന്തിമ പട്ടികയിലുള്ളത്. ഡൽഹിയിൽ പുലർച്ചെ 5:36 റിക്ടർ സ്കെയിലിൽ 4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമുണ്ടായി. ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം ദില്ലി വിമാനത്താവളത്തിന് സമീപത്താണെന്ന് വിദഗ്ധർ അറിയിച്ചു. ഇവിടെയുള്ള ദുർഗാബായ് ദേശ്മുഖ് കോളേജിന് 5 കിലോമീറ്റർ താഴ്ചയിലാണ് ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രമെന്നും നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും വിദഗ്ധർ അറിയിച്ചു. ഡൽഹിക്ക് പിന്നാലെ ബീഹാറിലും ശക്തമായ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ഉണ്ടായതെന്ന് നാഷണൽ സെന്റർ ഫോർ സിസ്മോളജി അധികൃതർ അറിയിച്ചു. ഇന്ന് രാവിലെ 8:02 ബീഹാറിലെ സിവാനിലാണ് ഭൂചലനം അനുഭവപ്പെട്ടതെന്നും ആളപായം ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും അധികൃതർ അറിയിച്ചു. വ്യാജ വീഡിയോകളും തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകളും സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ച് മഹാകുംഭമേളയെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചതിൽ നടപടിയുമായി UP സർക്കാർ. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ നിർദ്ദേശപ്രകാരം വ്യാജവും തെറ്റിദ്ധരിപ്പിക്കുന്നതുമായ പോസ്റ്റുകളിലൂടെ കിംവദന്തികൾ പ്രചരിപ്പിച്ച 54 സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചെന്ന് പോലീസ് അറിയിച്ചു. എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം പുറപ്പെടാൻ വൈകിയതിനെ തുടർന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ യാത്രക്കാരുടെ പ്രതിഷേധം. മസ്കറ്റിലേക്ക് ഇന്ന് രാവിലെ 8:45 പുറപ്പെടേണ്ടിയിരുന്ന വിമാനം വൈകിയതിലാണ് പ്രതിഷേധം. രാവിലെ 5 മണിക്ക് വിമാനത്താവളത്തിലെത്തിയപ്പോഴാണ് വൈകിട്ട് 6 മാത്രമേ വിമാനം പുറപ്പെടൂവെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് അറിയിച്ചതെന്ന് യാത്രക്കാർ പറയുന്നു. സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ കനത്ത മഴ തുടരുന്നു. തലസ്ഥാന നഗരമായ റിയാദിലും ചുറ്റുമുള്ള മറ്റ് പ്രവിശ്യകളിലും വെള്ളം കയറുന്നതിനാൽ അടിയന്തര പ്രതികരണ സംവിധാനം നടപ്പാക്കിയിട്ടുള്ളതായി മുനിസിപ്പാലിറ്റി അധികൃതർ അറിയിച്ചു. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും മഴ പെയ്യുമെന്ന് അധികൃതർ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. കൂടാതെ റെഡ് അലർട്ടും പ്രഖ്യാപിച്ചിരുന്നു. പ്രധാനമന്ത്രിയെ പരിഹസിക്കുന്ന കാർട്ടൂണിന്റെ പേരിൽ തമിഴ് വാരിക വിഘടന വിലക്കിയ നടപടിയിൽ പ്രതിഷേധവുമായി കോൺഗ്രസ്. വിഷയം പാർലമെന്റിൽ ഉന്നയിക്കുമെന്നും
സൈറ്റ് ബ്ലോക്ക് ചെയ്യപ്പെട്ടതിന്റെ കാരണം അറിയണമെന്നും മാണിക്യം ടാഗോർ MP പറഞ്ഞു. കേന്ദ്ര നടപടി മാധ്യമ സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നാക്രമണമാണെന്നും അദ്ദേഹം പറഞ്ഞു. 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽദാനി ഇന്ന് ഇന്ത്യയിലെത്തും. ദില്ലിയിലെത്തുന്ന അദ്ദേഹത്തോടൊപ്പം മന്ത്രിമാർ, ഉദ്യോഗസ്ഥർ എന്നിവരുൾപ്പെട്ട പ്രതിനിധി സംഘവും ഉണ്ടാകും. രാഷ്ട്രപതി ദ്രൗപദി മുർമുവുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും അമീർ കൂടിക്കാഴ്ച നടത്തും. ദേശീയ വിദ്യാഭ്യാസ നയത്തിനെതിരെ തമിഴ്നാട്ടിൽ പ്രതിഷേധം ഘടിപ്പിക്കാൻ നാളെ DMK സഖ്യത്തിന്റെ നേതൃത്വത്തിൽ ചെന്നൈയിൽ പ്രതിഷേധം സംഘടിപ്പിക്കും. നയത്തിന്റെ മറവിൽ ഹിന്ദി അടിച്ചേൽപ്പിക്കാൻ ശ്രമമെന്നാണ് DMKയുടെ വാദം. ദ്വിഭാഷാ പദ്ധതിയിൽ മാറ്റം വേണ്ടെന്ന AIADMKയുടെ നിലപാടും വിഷയത്തിൽ DMKയ്ക്ക് ആശ്വാസമായിരിക്കുകയാണ്. ഇസ്രായേലിന് 2000 പൗണ്ട് ഭാരമുള്ള ബോംബുകൾ വിതരണം ചെയ്യുന്നതിനുള്ള താൽക്കാലികമായ വിലക്ക് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പിൻവലിച്ചതിന് പിന്നാലെ ബോംബുകൾ എത്തിയതായി ഇസ്രായേൽ അറിയിച്ചു. ഗാസയിലെ സാധാരണ ജനങ്ങളെ ബാധിക്കുമെന്ന ആശങ്കയെ തുടർന്ന് ബൈഡൻ ഭരണകൂടമാണ് ഇസ്രായേലിന് 2000 പൗണ്ട് ബോംബുകൾ വിതരണം ചെയ്യുന്നത് തടഞ്ഞത്. ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റ് തുടങ്ങാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയിരിക്കെ പാകിസ്ഥാനിലെ മത്സരവേദികളിൽ ഇന്ത്യൻ പതാക ഇല്ലാത്തതിനെ ചൊല്ലി വിവാദം. ഇന്ത്യ പാകിസ്ഥാനിൽ കളിക്കാനില്ലാത്തത് കാരണമാണ് ഇന്ത്യൻ പതാക കറാച്ചി നാഷണൽ സ്റ്റേഡിയത്തിൽ വെക്കാത്തതെന്നാണ് പാക് ക്രിക്കറ്റ് ബോർഡിന്റെ അനൌദ്യോഗിക വിശദീകരണം. സുരക്ഷാപരമായ കാരണങ്ങളാൽ പാകിസ്ഥാനിൽ കളിക്കാനില്ലെന്ന ഇന്ത്യൻ നിലപാടിനെ തുടർന്ന് ഇന്ത്യയുടെ മത്സരങ്ങൾ ഹൈബ്രിഡ് മോഡലിൽ ദുബായിലാണ് നടത്തുന്നത്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.